വടവിടപി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം സകലമുനിജനാനാം ജ്ഞാനദാതാരമാരത് ത്രിഭുവന ഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ജനനമരണദുഃഖച്ഛേദ ദക്ഷം നമാമി. ഹരേ ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. ഹരേ. എല്ലാ സ്നേഹം നിറഞ്ഞ ധന്യാത്മാക്കൾക്കും നൂറായിരം സായം സന്ധ്യാവന്ദനം. നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ഒരു സഹോദരനെ പോലെ, ഒരു അച്ഛനെ പോലെ, ഒരു അനുജനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ എനിക്ക് എത്താൻ സാധിച്ചത് വന്ദേ ഗുരു പരമ്പര, ആ ഗുരു പരമ്പരയുടെ അനുഗ്രഹമാണ്. എന്നെ ഞാനാക്കി തേനൂട്ടി പാലൂട്ടി വളർത്തുന്ന ഈ സനാതന ഋഷിപ്രോക്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി, ഈ സംസ്കൃതി എന്നെ പഠിപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പാഷൻ, എല്ലാവർക്കും ജീവിതത്തിൽ പാഷൻ ഉണ്ടാവും. ഈ ശാസ്ത്രം ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്തത് വഴി എന്നിലെത്തിയ ഈ സംസ്കൃതി എന്നെ പഠിപ്പിക്കുന്നു. അവനവനായിരിക്കണം അവനവൻ്റെ പാഷൻ. ഇത് നാം പഠിക്കണം. ഒപ്പം നമ്മളെ മക്കളെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം. കാരണം വ്യക്തിത്വ വികാസമാണ് ഈ ശാസ്ത്രങ്ങൾ ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്യുന്നത്. അല്ലാണ്ട് ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ ഒരു പൂജ, സ്വർഗസ്ഥനായ പിതാവ്, മരണാനന്തര ജീവിതം, പൊടി പോലുമില്ല കണ്ടുകുട്ടിക്കാൻ അന്ധവിശ്വാസവും അനാചാരവും. പിന്നെ ഉണ്ട് എന്ത്? പാഷൻ. അവനവൻ്റെ ജീവിതം, അതിനോട് പാഷൻ. ഇതിഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പം അവനവൻ്റെ ജീവിതം ഇന്ന് എന്താണ് എന്ന് നാം ഒന്ന് അപഗ്രഥനം ചെയ്യണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നത് എവിടെയാണെന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അത് ഇൻ്റലിജൻസിൽ നിന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നത്. എന്നിട്ട് മക്കളോട് പറയണം, മക്കളെ ഈ ബുദ്ധിയിലേ ഉണ്ട്, ഇത്തിരി ബുദ്ധി വേണം. ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ്വിനാമഹം. ഈ ബുദ്ധിയാകുന്ന ബോധതലമാണ് ഈശ്വരനെന്ന് നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. ഇല്ല എങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇടയിൽ നമ്മുടെ മക്കൾ നമ്മുടെ സംസ്കാരം കൈവിട്ട് പോകും. നമ്മുടെ ഈ സനാതന സംസ്കൃതി കൈവിട്ട് പോയാൽ അവർക്ക് ഒരു ടോളറൻസ് നഷ്ടപ്പെടും. ടോളറൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം കട്ടപ്പോകാം. അപ്പോൾ പരസ്പരം അംഗീകരിക്കാനും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും പരസ്പരം ആക്സെപ്റ്റ് ചെയ്യാനും നമ്മളെ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ ഈ ധർമ്മശാസ്ത്രത്തിലൂടെ ആകുമ്പോൾ അതിനൊരു സുഗന്ധമുണ്ടാകും, അതിനൊരു മധുരമുണ്ടാകും. അവരുടെ ജീവിതം നമ്മൾ കാണെ തന്നെ വസന്തമായി മാറും. അപ്പം ദുഃഖ ദുരിതത്തിൽ മുങ്ങി മരിക്കേണ്ടവരല്ല നാം. ഇപ്പോൾ എന്താണ്? മരണത്തെ കാത്തിരിക്കുകയാണ് ഓരോ മനുഷ്യനും. ഞാനിത് തമാശ പറയുകയല്ല. ഓരോ വ്യക്തിയും ദുഃഖ ദുരിതത്തിൽ മുങ്ങി എപ്പോഴാണ് മരണം വരുന്നത് എന്ന് കാത്തിരിക്കുകയാണ്. ആ മരണം വരുന്ന നിമിഷം വരെ തോണ്ടി വിടുകയാണ്. മാതൃഭൂമിയോ മനോരമയോ വരുത്തുന്ന ആൾക്കാർ ഉടനെ അത് തുറന്നിട്ട് ആ ചരമം നോക്കിയിട്ട് എൻ്റെ പടം വന്നിട്ടില്ല എന്ന് ഉറപ്പിക്കും. അപ്പോൾ ഇങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടവരല്ല
ഈ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി. കാരണം ഈ ധർമ്മശാസ്ത്രങ്ങൾ നമ്മളെ ഇങ്ങനെ ഉയർത്തുകയാണ് ജീവിതത്തിൻ്റെ ഉയർച്ചയിലോട്ട്. എന്നിട്ടോ തമസോമാം ജ്യോതിർഗമയാം മൃത്യോർമാം അമൃതം ഗമയാം. അമൃതത്വത്തിൻ്റെ സന്തതികളായ നാം ഒരിക്കലും നശിക്കാത്ത അന്തരാത്മാവാണെന്ന് തിരിച്ചറിയാൻ ഈ ധർമ്മശാസ്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിത് പഠിക്കണം. അപ്പോൾ ആ ശരീരം ഉപേക്ഷിക്കുന്ന നിമിഷം വരെ വസന്തമായി തീരണം. ഇത്തിരി കഴിവും ഇത്തിരി അറിവും ഇത്തിരി പ്രാക്ടിക്കൽ വിസ്ഡവും നമുക്ക് വേണം. എന്തിൽ? അവനവൻ്റെ ജീവിതത്തിൽ. അപ്പം അവനവൻ്റെ ജീവിതത്തെ സമസ്ത മേഖലകളെയും വികസിപ്പിക്കുന്ന തത്വസംഹിതകൾ നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ബോധത്തിൽ, നമ്മുടെ ചിന്തകളിൽ നമുക്ക് സന്തോഷമായി നമ്മുടെ കരങ്ങളിൽ എത്തിക്കുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് വ്യാസായ വിഷ്ണുരൂപായ വ്യാസവേ തപോവൈ ബ്രഹ്മനിധയേ. ഇത് ബ്രഹ്മമായ നിധിയാണ്. ആര്? വേദവ്യാസൻ. വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്യാർത്ഥം അങ്ങോട്ട് മാറ്റിവെക്ക്. അറിവ്. അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവം. ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ വികസിപ്പിക്കുന്ന ചൈതന്യമാണ് വേദവ്യാസ ഭഗവാൻ ചൈതന്യം. അപ്പോൾ ഈ വേദവ്യാസ ഭഗവാൻ നമ്മളെയൊക്കെ ഉയർത്തുകയാണ്. എവിടത്തോട്ട്? പൂർണ്ണാവതാരമെടുത്ത കൃഷ്ണൻ നമ്മുടെ ജീവിതം പൂർണ്ണമാക്കുകയാണ്. അപ്പോഴാണ് വേദങ്ങൾ പറയുന്നു പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായം പൂർണ്ണമേവ അവശിഷ്യതേ. അയ്യോ തിരുമേനി, അതങ്ങടെ കടിച്ചാൽ പൊട്ടുന്നില്ലടോ. എടോ അനുജ, എടോ മകളെ, പൂജ്യവും കൂട്ടിക്കഴിഞ്ഞാൽ പൂജ്യം, പൂജ്യത്തിന് പൂജ്യം കിഴിച്ചു കഴിഞ്ഞാൽ പൂജ്യം, പൂജ്യത്തിൽ എവിടെ തൊട്ട് കഴിഞ്ഞാലും അവസാനിക്കൽ പൂജ്യം. അതുകൊണ്ടത് സമ്പൂർണ്ണമാണ്. ഇതുപോലെ നിൻ്റെയും എൻ്റെയും ജീവിതത്തെ പൂർണ്ണമാക്കി ഉയർത്തുകയാണ്. ഇപ്പോഴോ അതില്ല, ഇതില്ല, ജോലിയില്ല, കൂലിയില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, ടാബില്ല, കമ്പ്യൂട്ടറില്ല, ഇല്ലായ്മയുടെ പറുദീസയാണ് ആധുനിക മനുഷ്യൻ്റെ ജീവിതം. ഈ ജീവിതത്തിൽ നിന്നും ഇല്ലായ്മകളും വല്ലായ്മകളും ഉപേക്ഷിച്ച് പൂർണ്ണതയിലേക്ക് ഉയർത്തുന്നതാണ്. അതിന് ഈ ഭഗവാൻ കൃഷ്ണൻ ഒരു സൂത്രമെടുത്തു. എന്താണ്? അദ്ദേഹം ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻറ്റിഫിക് സയൻസ് നമ്മളെയൊക്കെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് തോളിൽ കൈയിട്ടുകൊണ്ട് നമ്മുടെ കൂട്ടുകാരനേക്കാൾ കൂട്ടുകാരിയോടാണല്ലോ നമുക്കൊക്കെ ഒരു തരം ഭ്രമം. പലത് കാണുന്നത് ഭ്രമം, ഏകമായി കാണുന്നതിന് ഭ്രമം. അപ്പോൾ ഈ ഭ്രമം എവിടെ നിന്നാണ്? നമ്മുടെ കൂട്ടുകാരികൾക്കോ കൂട്ടുകാരനോട്. ഇതേ പ്രിൻസിപ്പിളാണ് കൃഷ്ണൻ അർജുനനോട് കാണിക്കുന്നത് എന്ന വ്യാജേന നമ്മളോട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ നമ്മളോട് ഇതാക്കുന്നത് ശങ്കരാചാര്യരും ഈശ്വരോ ഗുരുരാത്മേതി, ഈശ്വരനും ഗുരുവും ആത്മാവും ഒന്നാണ്. അപ്പോൾ ഇവിടെ വളരെ ഫ്രണ്ട്ഷിപ്പിൽ കൂടിയിട്ടാണ്, ആ സ്നേഹത്തോട് കൂടിയിട്ടാണ് അർജുന പ്രേയസഖ്യോ കൃഷ്ണസ്യ വിരഹാതുരാ ആത്മാനം ചാഭിജാതസ്യ കൃഷ്ണഗീതേ സതൂക്തിഭി. ശ്രീമദ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭാഗവതം പഠിപ്പിക്കുക. ഈ 18 അധ്യായങ്ങൾ 18,000 ശ്ലോകങ്ങളാക്കി വേദവ്യാസ ഭഗവാൻ പഠിപ്പിക്കുന്നു. അർജുന പ്രേയസഖ്യോ കൃഷ്ണസ്യ വിരഹാതുര. കൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ചപ്പോൾ ഈ ഭൂമിയിൽ തകരാത്ത ഏക വ്യക്തിയാണ് അർജുനൻ. കാരണം അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണൻ പോലും ദേഹം ഉപേക്ഷിച്ചപ്പോൾ തകരാത്ത വ്യക്തിത്വത്തിലോട്ട് അർജുനനെ ഉയർത്തിയതാണ്.
കൃഷ്ണഗീതൈ സദോക്തിഭി. യുക്തിപൂർവമായി നമ്മളെ വികസിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മധുരമായി നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം. അതിന് ഈ ഭാഗവതത്തിൽ എന്താണ് ഇത്ര മധുരം? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൃഷ്ണൻ്റെ സൗഹൃദം ആണ് ഭഗവത്ഗീത. ജഗദ്ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്. എഴുതി വെക്കണം, നിവാസ ശരണം സുഹൃത്ത്. ഭഗവാനെ അവിടെയാണ് എന്ന ചോദ്യത്തിന് ഭഗവത്ഗീത വ്യക്തമായ ഒരു ദിശാബോധം നമുക്ക് തരുന്നു. എന്ത്? ജഗദ്ഭർത്ത, ഈ ജഗത്തിനെ മുഴുവൻ വികസിപ്പിക്കുന്ന പ്രഭു സാക്ഷി, സാക്ഷിയായി ഇതിനെ കൺട്രോളർ, റൂളർ, ഗവർണറായിട്ട് നിന്നുകൊണ്ട് ജഗദ്ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്. കൃഷ്ണൻ സുഹൃത്തായി നമ്മുടെ അന്തരാത്മാവിൽ സുഹൃത്തായി ശോഭിക്കുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്താണ് എൻ്റെ കൃഷ്ണനെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം അതാണ് പൂർണ്ണാവതാരമെടുത്ത് നമ്മുടെ ജീവിതം പൂർണ്ണമാക്കുന്നത്. ആവശ്യമുള്ള ആൾക്കാർ എന്നെപ്പോലെ ഇത് കഴിക്കുന്നു. വന്ദേ ഗുരുപരമ്പര, ഗുരുപരമ്പരയിൽ നിന്ന് നിൽക്കുക. അപ്പോൾ എന്ത് വേണം? അങ്ങ് കാട്ടിൽ പോയി സന്യാസം വേണോ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഗൃഹസ്ഥാശ്രമധർമ്മം, ധർമാർത്ഥ കാമമോക്ഷങ്ങളൊക്കെ നേടണം. അർജുനന് ഭാര്യയും കുട്ടികളും ഉണ്ട്, കൃഷ്ണന് ഭാര്യയും. ഞാൻ പറയാതെ തന്നെ ശരണമയ്യപ്പ, നമ്മളവിടെയൊക്കെ ചിലപ്പോൾ കളിയാക്കിയിട്ട് പറയില്ല, കൃഷ്ണൻ്റെ സ്വഭാവമാണ് തിരുമേനി. അതെ അതെ അതെ, ശരണമയ്യപ്പ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കൂ, ഗൃഹസ്ഥ ആശ്രമം. അപ്പോൾ ഋഷീശ്വരന്മാർ വേദകാലഘട്ടത്തിൽ ഹിമാലയ സാനുക്കളിൽ തപസ് ചെയ്ത് അനുഭവിച്ച ആ സുഖം നമുക്ക് വേദവ്യാസ ഭഗവാൻ ഭാഗവതത്തിൽ എഴുതി തന്നിരിക്കുകയാണ്. എന്തിന്? ഗൃഹത്തിലിരുന്നു കൊണ്ട്, ഭാര്യയെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചുകൊണ്ട്, അമ്മയുടെ ചുക്കിച്ചുളിഞ്ഞ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട്, അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, മകനെ നെഞ്ചിലേറ്റിക്കൊണ്ട്, മകളെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന, അതാണ് ഗൃഹസ്ഥാശ്രമം. ഇതാണ് ഗൃഹസ്ഥാശ്രമം. ഇതിന് നമ്മളെ വികസിപ്പിക്കുന്നതാണ് മഹാഗൃഹസ്ഥനായ കൃഷ്ണൻ. നമ്മുടെ ഒരു ഭാര്യ ഉണ്ടായിട്ട് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് വരും, ഒരു 150 സാധനങ്ങൾ മേടിക്കാൻ. പുള്ളിക്കാരി പറയുന്ന സാധനങ്ങളൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മിനിമം ഒരു അംബാനി ആവേണ്ടി വരും. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഭാര്യേനെ മാനേജ് ചെയ്യാനുണ്ടാകുന്ന ബുദ്ധിമുട്ട് മുഴുവൻ. ഇപ്പോൾ കേരളത്തിൽ 2 ഫാഷനാണ്. ഒന്ന്, കുടുംബത്തിലൊരാൾക്ക് ക്യാൻസർ, 2 കുടുംബത്തിലൊരാൾക്ക് ഡൈവേഴ്സ്. ഇതാണ് മലയാളി. അപ്പം ഇതൊന്നും നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കാനാണ് മഹാഗൃഹസ്ഥനായ 16,000 അങ്ങനെയൊക്കെ അതിൻ്റെ കണക്കൊക്കെ ഉണ്ടല്ലോ, ഭഗവാനായിട്ട് അടുത്ത കണക്ഷനാണല്ലോ. 16,008 ഭാര്യമാരിൽ റിസർച്ച് നടത്തിയ റിസൾട്ട് ഓറിയൻറ്റഡ് പ്രൊജക്റ്റാണ് ഭാഗവതം. ഈ ഭാഗവതം പഠിച്ച് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വ്യാസഹൃദയമായ ഭാഗവതം, ഭഗവത് സൗന്ദര്യശാസ്ത്രമായ ഭാഗവതം, മാനവ ജീവിത വസന്ത സുഗന്ധമായ ഈ ഭാഗവതം. അപ്പോൾ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഒരു ആത്മബന്ധം ശ്രദ്ധിക്കണം. അവിടെ ജഗദ്ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത് എന്ന് 18 അധ്യായങ്ങളിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞത് വികസിപ്പിച്ച ഗൃഹസ്ഥാശ്രമികൾക്ക് മന്ദബുദ്ധികൾ പറയും. സാധാരണക്കാരത് മന്ദബുദ്ധികളൊന്നും കേൾക്കാൻ പേടിക്കണ്ട. മലയാളത്തിലല്ല, സംസ്കൃതത്തിൽ മന്ദബുദ്ധികൾ. ഞാൻ സാധാരണ നോർമൽ ആൾക്കാർക്ക്. ഇവിടെ കൃഷ്ണൻ ശ്രദ്ധിക്കണം, ഒരു മാജിക്ക്, കൃഷ്ണൻ്റെ മാജിക്ക് അവിടെ സുഹൃത്തിനോട് പറഞ്ഞു. അപ്പോൾ സുഹൃത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഭഗവത്ഗീത പഠിക്കണം. ഇവിടെ ഗൃഹസ്ഥാശ്രമികളോട് പറയുമ്പം ശ്രദ്ധിക്കണം, ആ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ആത്മബന്ധം സത്യം നിങ്ങളോട് പറയാല, അതൊരു വല്ലാത്ത വൈകാരികമായ ബന്ധമാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ജീവിതം
മധുര മധുര. പിന്നെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. പിന്നെ ദുഃഖത്തിൻ്റെ തരി പോലുണ്ട്. പിന്നെ ഭാര്യാഭർത്തൃക കലഹമുണ്ടാവില്ല. പിന്നെ മക്കളെ നമ്മൾ എപ്പോഴും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. പിന്നെ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ അച്ഛനെ പൂജിക്കും, അമ്മയെ പൂജിക്കും. പിന്നെ നമ്മളെ സുഹൃത്തുക്കൾക്ക് നമ്മൾ 2 കിഡ്നിയിലൊന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കും. എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിത്വമായി നമുക്ക് വളരാൻ സാധിക്കും. കൃഷ്ണൻ ഈ പറഞ്ഞത് ഒന്ന് ശ്രദ്ധാപൂർവം കേട്ടാൽ മതി. അപ്പം ഭക്തനും ഭഗവാനും തമ്മിലുള്ള ആത്മബന്ധം. ഇനി ഗുരുവായൂരിൽ പോയി ഗുരുവായൂരപ്പനെ തൊഴാൻ ക്യൂ നിൽക്കുമ്പോൾ ഈ ഒരു ശ്ലോകം അങ്ങയുടെ മനസ്സിൽ വരണം. എന്താണ് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ആത്മബന്ധം? അത് ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും. നെഗറ്റീവായ നമ്മൾ പോസിറ്റീവായ ഗുരുവായൂരപ്പനെ കാണുമ്പോൾ ഇത് തമ്മിൽ കൂട്ടിച്ചേരുമ്പോൾ അവിടെ ഒരു പ്രകാശം വരികയായി. ഈ നെഗറ്റീവും പോസിറ്റീവും കൂട്ടിച്ചേരുമ്പോഴാണ്, ഫ്യൂസ് ഇടുമ്പോഴാണ് ലൈറ്റ് കത്തുന്നത്, ഫാൻ കറങ്ങുന്നത്, AC വർക്ക് ചെയ്യുന്നത്, ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത്, വാഷിംഗ് മെഷീൻ, കുടുംബത്തിലെല്ലാം. അപ്പം ഈ ഭക്തനും ഭഗവാനും തമ്മിൽ ഒരു ന്യൂട്രും ഫേസുമായ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള മനസ്സിലായില്ല അല്ലേ? എടോ, ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ നമുക്കൊരു ഭ്രമുണ്ട്. എന്താണ് ഭ്രമുണ്ട്? ഈ ഭ്രമം എന്താണ്? പുരുഷനെ കാണുമ്പോൾ സ്ത്രീക്കും, സ്ത്രീക്ക് കാണുമ്പോൾ പുരുഷനും ഒരു അട്രാക്റ്റീവ്. അതെന്താ അട്രാക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരണമയ്യപ്പ പോയിട്ട് ഉടൻ തന്നെ അടുത്ത ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഹിന്ദുവിനാണെന്നുണ്ടെങ്കിൽ ഈ സെക്സ് പോലും കാമം പോലും കാമശാസ്ത്രമാണ്. അത് പഠിപ്പിച്ച ആളുടെ പേര് വാത്സ്യായന ഋഷിയാണ്. തിരുമേനി പറഞ്ഞു എന്നൊന്നും പറയണ്ട. അവിടെ പോയിട്ടൊരു കാമശാസ്ത്രം വേണമെന്ന് പറഞ്ഞ് തരും. അത് മേടിച്ച് പഠിച്ചോളൂ. എന്താണത്? സ്ത്രീ പുരുഷ അട്രാക്റ്റീവ്, ആകർഷണം. ഈ ആകർഷണം തിരുമേനി ആള് കൊള്ളാമല്ലോ, കൊള്ളാം. ഞങ്ങളെ പറഞ്ഞ് ഞാനും പറഞ്ഞു കേൾക്കുന്നതല്ല. ഒരു കാര്യം ചെയ്തോളൂ, ഭാഗവതം നവമസ്കന്ധം എടുത്തു നോക്കിക്കോളൂ. നവമസ്കന്ധത്തിൽ എന്താണ്? അംബരീക്ഷ ചരിതം. അംബരീക്ഷ ചരിതം എന്താണ്? മഹാഗൃഹസ്ഥനാണ്. ഗൃഹസ്ഥനായ അതേ സമയത്ത് അയാൾ ചക്രവർത്തിയുമാണ്. ഭരണവും ഒപ്പം ഈ അദ്വൈത വേദാന്തവും ഒരുപോലെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ്. അദ്ദേഹം ഒരു വ്രതമെടുത്തപ്പോൾ ദുർവാസാവ് കഥയെന്ന് ഞാൻ കടന്ന് നിങ്ങളുടെ ഇതാക്കുന്നത്. കഥ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഉള്ള വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അംബരീക്ഷ ചരിതം മുഴുവൻ വളരെ സവിസ്തരം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഏതായാലും ശരി, ഈ അംബരീക്ഷ ചരിതത്തിൽ നമ്മുടെ ജീവിതത്തെ ആകാശത്തോളം ഉയർത്തുന്നതാണ്, നീലാകാശത്തോളം ഉയർത്തുന്നതാണ്. ചരിതമാണ്, ചരിത്രമാണ് അംബരീക്ഷ ചരിത്രം. അതിൽ നവമസ്കന്ധത്തിൽ 4-ാം അധ്യായമായ അംബരീക്ഷ ചരിത്രത്തിൽ 63-ാമത്തെ ശ്ലോകമാണിത്. തള്ളിക്കളയരുത് കേട്ടോ. കാരണം കൃഷ്ണനാണിത് പറയുന്നത്. പൂർണ്ണാവതാരമെടുത്ത കൃഷ്ണൻ ആണ് പറയുന്നത്. ആരോട്? മഹാപണ്ഡിതനായ ദുർവാസാവ്. അതാരാ തിരുമേനി? എടോ, നിന്നിലുള്ള സർവ്വ ദുർവാസനകളെയും ബേൺ ചെയ്ത് കളഞ്ഞിട്ട് 24 ഡയമണ്ട് ആയിട്ട് തൻ്റെ വൈഫിൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നവൻ്റെ പേരാണ്. എന്നാൽ ഞാനിത് പഠിക്കാം. പൊന്നു മോളെ, നിൻ്റെ സ്വഭാവം ഇപ്പോൾ അത്ര ശരിയല്ല. ആ സ്വഭാവം മുഴുവൻ ഉരുക്കി അതിന് നെഗറ്റീവ് മുഴുവൻ കളഞ്ഞ് 24 കാരറ്റ് ഡയമണ്ടാക്കി നിൻ്റെ ഭർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്ന ആളുടെ പേരാണ് ദുർവാസാവ്. എന്നാൽ തിരുമേനി പഠിക്കാം. ഇപ്പം പഠിച്ചോള്. പഠിക്കാൻ തയ്യാറാണല്ലോ? തയ്യാറാണ്. ഭഗവാൻ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല, ഗുരുവായൂരപ്പൻ പറയുന്നതാണ്. ശ്രദ്ധിക്കൂ. അഹം ഭക്തപരാധീനോ ഹ്യസ്വതന്ത്ര ഇവദ്വിജ. ഹേ ബ്രാഹ്മണ, അഹം ഭക്തപരാധീനോ ഹ്യസ്വതന്ത്ര ഇവദ്വിജാം സാധുഭിർഗ്രസ്തഹൃദയോ ഭക്തജനപ്രിയ. എനിക്ക് അനങ്ങാൻ പറ്റൂല. ഇപ്പോൾ അഹം ഭക്തപരാധീനോ, ഇപ്പം എന്നോട് പേഴ്സണലായിട്ട് തിരുമേനി അങ്ങനെ അഹം ഭാര്യാപരാധീനോ, ഞാൻ എൻ്റെ ഭാര്യയുടെ കൺട്രോളിങ്ങിലാണ്. അതെന്താ തിരുമേനി? ഞം 3 നേരം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഭാര്യ പറയുന്നത് അനുസരിക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ എന്നോടുള്ള ദേഷ്യം എൻ്റെ മക്കളോടും എൻ്റെ കുടുംബത്തിലുള്ള ഓരോ സാധനങ്ങളോടും പുള്ളിക്കാരി വെക്കും. അതുകൊണ്ട് ഞാൻ എന്താണ്? ഭാര്യാപരാധീനനാണ്. ഭാര്യ ഇപ്പം
മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ ശംഭുവാധ്യായരുടെ മകന് ഭാര്യാപരാധീനനാകാമെങ്കിൽ നിങ്ങൾക്കും സുഖമായിട്ടാകാം, ജീവിതം എൻജോയ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു എന്ത്? അഹം, ശ്രദ്ധിക്കൂ, ഭക്തപരാധീനോ, ഞാൻ ഭക്തൻ്റെ കൺട്രോളിലാണ്. ഗുരുവായൂരപ്പൻ ഇത് പറഞ്ഞത് ഭാഗവതത്തിൽ 9ാം സ്കന്ധത്തിൽ 4ാമത്തെ അധ്യായത്തിൽ 63ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സാധുഭിർഗ്രസ്തഹൃദയോ. സാധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് അവനവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ഡ്യൂട്ടികൾ പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന, മരിച്ചു പോയാലും ഞാൻ എൻ്റെ സ്വധർമ്മം ഉപേക്ഷിക്കില്ല എന്ന് പറയുന്നവനാണ് സാധു. സാധുഭിർഗ്രസ്ത ഹൃദയോ, അവൻ്റെ ഹൃദയം ഫുള്ളായിട്ട് ഞാനാണ്. ഭക്തേർ ഭക്തജനപ്രിയോ, ഭക്തന്മാർക്ക് ഞാൻ ഭക്തജനപ്രിയനാണ്. ഭക്തന്മാർക്ക് ഞാൻ ആരാണ്? ശ്രദ്ധിക്കൂ, ഭക്തന്മാർക്ക് ഭക്തജനപ്രിയനാണ്. ഇതാണ് ഗുരുവായൂരപ്പനെങ്കിൽ ഈ ഗുരുവായൂരപ്പനെ നമുക്ക് എത്ര മധുരമായിട്ട് ഡീൽ ചെയ്യാം. അങ്ങനെയുള്ള ഈ ഗുരുവായൂരപ്പൻ ഇനി ശ്രദ്ധിക്കണം, ഗ്രസ്തഹൃദയോ, അതിൻ്റെ മലയാളം ഞാൻ നിങ്ങളോട് പറയട്ടെ, പറഞ്ഞോളൂ തിരുമേനി. വശീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഓരോ ഭക്തനും ഭഗവാനെ വശീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം പരമപ്രേമപാശം കൊണ്ട് ഭഗവാനെ കെട്ടിയിടണം. ഗുരുവായൂരപ്പൻ നമ്മൾ എന്ത് വേണം? ഭഗവത് പ്രേമം കൊണ്ട് കെട്ടിയെടുക്കണം. പാശം ദാമം കൊണ്ടമ്മ കെട്ടിയിട്ടു. ഇതുകൊണ്ടാണ് ഭഗവാന് ദാമോദരൻ എന്ന പേര് വന്നത്. അല്ലാതെ ദാമം എന്ന അസുരനെ കൊന്ന് അറിയില്ലെങ്കിൽ പറയണ്ട, വെറുതെ മിസ്ഗൈഡ് ചെയ്യരുത്. ദാമം എന്ന് പറഞ്ഞാൽ കയറ് എന്നാണ് അർത്ഥം. കയറ് എന്ന് പറഞ്ഞാൽ പരമപ്രേമം എന്നുള്ളതാണ്. പരമപ്രേമം കൊണ്ട് യശോദാമാതാവ് കൃഷ്ണനെ കെട്ടിയിട്ടതുപോലെ എനിക്കും നിങ്ങൾക്കും അടങ്ങുന്ന മാനവരാശിക്ക് കൃഷ്ണനെ തൻ്റെ ഹൃദയമാകുന്ന ഉരലിൽ കെട്ടിയിടാം. ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ദയവ് ഇത് കളയരുത്. അപ്പോൾ പരമപ്രേമം കൊണ്ട് നമ്മൾ കെട്ടിയെടുക്കുകയാണെങ്കിൽ ഭക്തേർ ഭക്തജനപ്രിയോ, ഈ ഭക്തൻ്റെ ഭഗവാൻ ആരാധിച്ച ഭക്തജനപ്രിയനാണ്. തുടർന്ന് ഞാനിത് വിശദീകരിക്കുന്നില്ല, വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേറ്റ വീഡിയോകൾ നോക്കിയാൽ മതി. അതിനകത്ത് വളരെ ഗംഭീരമായിട്ട് തുടർന്ന് ദുർവാസാവിനോട് പറയുന്നുണ്ട്, ദുർവാസാവേ അത് സാക്ഷാൽ മഹാവിഷ്ണു പറയുന്നതാണ്, വൈകുണ്ഠം എന്ന് പറയുന്നതാണ്. ദുർവാസാവേ, 9ാം സ്കന്ധം 4ാമത്തെ അധ്യായം 66ാമത്തെ ശ്ലോകം കേൾക്കണം കേട്ടോ. ശരണമയ്യപ്പ. മയീ നിർബന്ധ ഹൃദയ സാധവാ സമദർശന വശീ കുർവന്തി മാം ഭക്ത്യാ സത്സ്ത്രിയോ സത്പതിം യഥാ സത്പതിം സസ്ത്രിയോ യഥാ. ഇവിടെ മഹാഗൃഹസ്ഥനായ ഭഗവാൻ ഗൃഹസ്ഥാശ്രമികളോട് പറയുന്നതാണ്, വശീ കുർവന്തി മാം. നമ്മൾ തലവണ മന്ത്രം എന്നൊക്കെ പറയില്ലേ, പെണ്ണുങ്ങൾ സ്ത്രീകളെ പുരുഷന്മാരെ വശീകരിക്കുന്നവർ, ആ വശീകരണം തന്നെയാണ് കൃഷ്ണൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സത്യം ഞാൻ നമ്പറൊക്കെ പറഞ്ഞു. ഭാഗവതം ഉള്ള ആൾക്കാർ ഉടനെ പോയി നോക്കണം, ഇല്ലാത്ത ആൾക്കാർ അടുത്ത ബുക്ക് സ്റ്റാളിൽ പോയിട്ടൊരു ഭാഗവതം മേടിക്കണം. 9ാം സ്കന്ധം 4ാമത്തെ അധ്യായം 66ാമത്തെ. വശീ കുർവന്തി മാം ഭക്ത്യാ സസ്ത്രിയോ. നല്ല സ്ത്രീകൾ, നല്ല സൽസ്വഭാവികളായ സ്ത്രീകൾ, സസ്ത്രീയോ സത്പതിം, നല്ല ഭർത്താക്കന്മാരെ എപ്രകാരമാണോ കെട്ടിയിടുന്നത്. അപ്പം ആ ഭാര്യ ഭർത്തൃബന്ധം, ഇതിന് ഡെഫിനിഷൻ കൊടുക്കാൻ ഒരു വേദവ്യാസ ഭഗവാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കും പറ്റൂല. 16,008 ഭാര്യമാരുടെ കൃഷ്ണൻ പറയുന്നു, ഈ 16,008 ഭാര്യമാരും ഞാനും തമ്മിലുള്ള ബന്ധം ഇൻക്ലൂഡിങ് ഇൻ്റർകോഴ്സ് വരെ എന്താണെന്ന് മിണ്ടാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇതുപോലെയാണ് ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണു ദുർവാസാവ് ഋഷിയോട് പറയുന്നു,
ഇതുപോലെയുള്ള ബന്ധമാണ് ഞാനും ഭക്തനും. എപ്രകാരമാണോ വശീകുർവന്തിമാം, എന്തിനാ എന്താ ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും തമ്മിലുള്ള ബന്ധം എന്താണ്? പാർവതിയും പരമേശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണ്? മഹാവിഷ്ണു മഹാലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം എന്താണ്? മഹാവിഷ്ണുവിന് 2 ഭാര്യമാരാണ്. ഭൂമി ദേവിയും മഹാലക്ഷ്മിയും. എന്നിട്ട് മഹാവിഷ്ണു പറയുന്നതാണ്, ഞാനും എൻ്റെ ഭാര്യമാരും തമ്മിലുള്ള ബന്ധം പോലെയാണ് ഭക്തനും ഞാനും. നോക്കൂ, ഇതിൻ്റെ അപ്പുറത്തിന് എന്ത് ഉദാഹരണമാണ് വേദവ്യാസ ഭഗവാൻ റിട്ടണായിട്ട് എഴുതി. മയി നിർബന്ധ ഹൃദയ. എവിടെ ആ ഹൃദയത്തിൻ്റെ പറയുന്നത്? നിർബദ്ധ ഹൃദയ. അഞ്ജലീബദ്ധൻ. ഹനുമാനും ശ്രീരാമനും അഞ്ജലി ബന്ധം ഇതാണ്. ഈ 2 കൈയും കൂടി ചേരുന്നത് പോലെയാണിത്. ഇങ്ങനെയാണ് ഭാര്യാഭർത്തൃ ബന്ധം എന്നുള്ള നിർബദ്ധ ഹൃദയ. 2 ഹൃദയങ്ങൾ ഇതുപോലെയാണ്, ഒന്നായി ചേരേണ്ടതാണ്. മയി, ഞാനും ഭക്തനും തമ്മിൽ എന്താണ്? മയി നിർബദ്ധ ഹൃദയ. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട് ഭഗവാൻ, സാധവ. എന്താണ് സാധവൻ? സംഗീതം പഠിക്കണം എന്നുണ്ടെങ്കിൽ സാധന ചെയ്യണം, എക്സ്പീരിയൻസ് വേണം. എന്താണ്? പരമപ്രേമത്തിൽ സാധനയായിരിക്കണം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ. മയി എന്നിട്ട് എന്താണ് പറയുന്നത്? നിർബദ്ധ ഹൃദയ സാധവ. എന്നിട്ടോ ആ ഭാര്യാഭർത്തൃ ബന്ധം തമ്മിലുള്ള റിലേഷൻ സമദർശന. ഇത് രസമാണില്ലേ? മയി പൂർണ്ണാവതാരം. അപ്പോൾ നമ്മുടെ ജീവിതം സമ്പൂർണ്ണമാക്കുന്ന അന്തരാത്മാവാണ് കൃഷ്ണൻ. പൂർണ്ണാവതാരം മയി, ഞാൻ മയി. എന്നിട്ടോ ഭഗവാൻ ഇവിടെ ഭാഗവതത്തിൽ ഇങ്ങനെ പറയുന്നെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശ്യസ്യ സംശയ. നീ ഒട്ടും സംശയിക്കണ്ട, നിന്റെ മനസ്സും ബുദ്ധിയും. എന്താ നഷ്ടം? ഒരു നഷ്ടവും ഇല്ല. ഗുരുവായൂർ പോകണം നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. നീ ടോയ്ലറ്റിലായാലും ശരി, ബെഡ്റൂമിലായാലും ശരി, വർക്ക് ചെയ്യുന്ന സ്പോട്ടിലായാലും ശരി, മാർക്കറ്റിങ്ങിന് പോയി ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യുന്ന സമയത്തായാലും ശരി, ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ഡോക്ടറായാലും ശരി, ഓപ്പറേഷൻ തിയേറ്ററിലുള്ള പേഷ്യൻ്റ് ആയാലും ശരി, ഞാനിത് ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ICU യൂണിറ്റിൽ 3 ദിവസം കിടന്നിട്ട് മയ്യർപ്പിത മനോബുദ്ധി, മനസ്സും ബുദ്ധിയും ഞാൻ കൃഷ്ണനിൽ അർപ്പിച്ച് പരമസംപ്ലുത പരമാനന്ദം അനുഭവിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. സമദർശന. അപ്പം പൂർണ്ണാവതാരം എടുത്തിട്ട് പറയുകയാണ് ഭഗവത്ഗീതയിൽ, മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശ്യസ്യ സംശയ. മാനവരാശിയോട് പറയുന്ന ആരും സംശയിക്കണ്ട. അപ്പോൾ നിർബദ്ധ ഹൃദയ ഈശ്വര സർവഭൂതേഷു ഹൃദ്ദേശർജുന തിഷ്ഠതി. ഇവിടെയാണ് ഹൃദയത്തിൽ നമ്പൂരിയുടെ എന്ത് നമ്പൂരി വന്നിരിക്കുന്നത്, പൂജാരിയുടെ എന്ത് പൂജാരി വന്നിരിക്കുന്നത്, തന്ത്രിയുടെ എന്ത് തന്ത്രി വന്നിരിക്കുന്നത്, മേശാന്തിയുടെ എന്ത് മേശാന്തി വന്നിരിക്കുന്നത്. ഇവരുടെ ഹൃദയത്തിൽ മാത്രമല്ല, മറിച്ച് ദളിതൻ്റെ ഹൃദയത്തിലും ഭഗവാനുണ്ട്. ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്തൊക്കെ ജാതിയുണ്ടോ, എന്തൊക്കെയുണ്ടോ അതിനകത്തൊക്കെ ഭഗവാനാണ്. അതിനകത്തൊക്കെ ഭഗവാനാണ്. കാരണം ഈശ്വര സർവഭൂതേഷു ഹൃദ്ദേശ്. ഇതിനെ പ്രവൃത്തി. അപ്പോൾ ആത്മാർത്ഥമായ ആത്മബന്ധം ആരുമായിട്ട്? ഭഗവാനുമായിട്ട് വേണം. ഇപ്പം നമ്മുടെ കയ്യിൽ പൈസയില്ല, ഉടൻ തന്നെ വാട്സാപ്പ് ഇടണം. നമ്മുടെ കാമുകിയുടെ വെച്ചാൽ കാമുകിയുടെ, കാമുകൻ്റെ വെച്ചാൽ കാമുകൻ്റെ. ആ ഫ്രണ്ടിന് പ്ലീസ് ഗിവ് മീ 5,000 മാത്രം അങ്ങോട്ട് അടിച്ചാൽ മതി. അപ്പം തന്നെ ഗൂഗിൾ കുമാറിനോട് ഒരു ഞെക്കൽ, GPay 5,000 റുപ്പീസ് നമുക്ക് ഇങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് തരും. പക്ഷേ ഇതിന് മുന്നേ 10,000 രൂപ നമ്മൾ അവന് കൊടുത്തിട്ടുണ്ടാവണം. കൂട്ടുകാരിക്ക് 10,000 രൂപ ഇതിന് മുന്നേ കൊടുത്തിട്ടുണ്ടാവണം. അത് ആ റിലേഷൻ വെച്ചിട്ട് ഇപ്പം ഇങ്ങോട്ട് ചോദിക്കണം. ഇതാണ് ഭഗവാൻ പറയുന്നത് നിർബദ്ധ ഹൃദയ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രിൻസിപ്പിൾ, ബൈയിങ് ആൻഡ് സെല്ലിങ്, ഇതൊക്കെ ഭഗവാൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ സാധവ എന്താണ് സാധന? തിരുനാമ ജപശക്തി സംഭരിച്ച് ആ നാമ ഊർജ മനഃശക്തി സ്വകർമ്മണ തമഭ്യർച്ച
സിദ്ധിം വിന്ദതി മാനവ. കൃഷ്ണൻ പറയുന്നത് എന്താണ്? യാഗം ചെയ്യാനാണോ? അല്ല തിരുമേനി. പൂജ ചെയ്യാനാണോ? അല്ല. പ്രതിഷ്ഠ നടത്താനാണോ? അല്ല. യാഗം നടത്താനാണോ? അല്ല. ബലി നടത്താനാണോ? അല്ല. തിരുമേനിക്കൊരു കഴിവുമില്ല. ഭഗവാൻ പറഞ്ഞതല്ലോ, ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃത്യമായി പറയുന്നു, സ്വകർമ്മണ തമഭ്യർച്ഛ സിദ്ധിം വിന്ദതി മാനവ. ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ ഉള്ളതുപോലെ, മുസ്ലിങ്ങൾക്ക് ഖുർആൻ ഉള്ളതുപോലെ, ഹിന്ദുക്കൾക്ക് ശ്രീമദ് ഭഗവത്ഗീത എന്ന് മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ ശംഭുവാധ്യായരുടെ മകൻ നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യില്ല. കാരണം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, സ്വകർമ്മണ തമഭ്യർച്ച സിദ്ധിം വിന്ദതി. പറയൂ. മാനവ. മനുഷ്യരാശിയോടാണ് ഇവിടെ പറയുന്നത്. ഇതുകൊണ്ടാണ് 20ഓളം ലോകരാജ്യങ്ങളിൽ ഏകദേശം 200ഓളം യൂണിവേഴ്സിറ്റികളിൽ ഇത് പാഠ്യവിഷയമാക്കിയിരിക്കുന്നത് മാനവരാശിയോട് പറഞ്ഞതാണ്. എന്ത്? സ്വകർമ്മണ തമഭ്യർച്ച. എടോ, എന്താണ് നിന്റെ കർമ്മം? അത് നീ എന്നെ അർച്ചനാക്കി മാറ്റണം. മനസ്സിലായല്ലോ? നീ ഗുരുവായൂർ പോയിട്ട് വഴിപാട് ചെയ്തോ? അടുത്ത കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് അർച്ചന ചെയ്തോ? ശിവക്ഷേത്രത്തിൽ പോയിട്ട് കൂവളമാല കൊടുത്തോ? നീ എന്തൊക്കെയാണ് വഴിപാടുകളൊക്കെ ചെയ്തോ? ഒപ്പം സ്വകർമ്മണ തമഭ്യർച്ച, അതിൽ നീ സിദ്ധിം വിന്ദതി മാനവ, അതിൽ നീ സിദ്ധി നേടണം. മാനവരാശിയോട് പറയുന്നതാണ്. ഇതാണ് എന്ത്? നരേന്ദ്രമോദി. ഇതാണ് പിണറായി വിജയൻ. അമേരിക്കയിലെ പുതിയ പ്രസിഡന്റിൻ്റെ പേരെന്താണ്? ട്രംപ്. വീണ്ടും അധികാരത്തിൽ. സ്വകർമ്മണ തമഭ്യർച്ച. നിങ്ങൾക്കറിയാലോ ഈ ശ്രീധരനെ? സ്വകർമ്മണ തമഭ്യർച്ച. പുള്ളിക്കാരൻ എല്ലാ ദിവസവും 3 മണി മുതൽ 5 മണി വരെ ഭാഗവതം പഠിക്കും, ഭാഗവതം വായിക്കും. പാലക്കാടിലെ വീട്ടിലിരുന്ന് എവിടെയൊക്കെ പോകുന്നുണ്ടോ കൊങ്കൺ റെയിൽവേയുടെ സൈറ്റിൽ പോയിട്ട് പുള്ളിക്കാരൻ ഭാഗവതം വായിച്ചതാണ്. അവിടെ ഭഗവാൻ പറയുന്നു, സ്വകർമ്മണ തമഭ്യർച്ച. അതുകൊണ്ട് ശ്രീധരനെ പറഞ്ഞാൽ അറിയാം, ഗംഗാധരൻ ഡോക്ടറെ പറഞ്ഞാൽ അറിയാലോ, ഓങ്കോളജിയെ. സ്വകർമ്മണ തമഭ്യർച്ച. തൂമ്പ പണിക്കാരൻ സ്വകർമ്മണ തമഭ്യർച്ച. ഡ്രൈവർ സ്വകർമ്മണ തമഭ്യർച്ച. നമ്മളെ ഭാര്യ അടുക്കളയിൽ സാമ്പാറും കൂട്ടാനും പുളിശ്ശേരി അവിയലും തോരനും മെഴുക്കുവരട്ടിയും പായസം ഉണ്ടാക്കുമ്പോൾ സ്വകർമ്മണ തമഭ്യർച്ച. വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ അച്ഛനും നമ്മളെ അമ്മയും അവരുടെ സ്വകർമ്മം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ ജന്മം പോലും. ഇതാണ് കൃഷ്ണൻ പഠിപ്പിക്കുന്നത്. സ്വകർമ്മണ തമഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ. ഇതിൽ നീ പ്രശസ്തനായി സർവ്വതും നേടൂ. ബി എ പ്രാക്ടിക്കൽ വിഷ്ഡമല്ലേ കൃഷ്ണൻ നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത്? ഇതല്ലേ നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത്? ഇത് ഈ രീതിയിൽ അൾട്രാ മോഡേൺ സയൻസിലൂടെ അവരെന്ത് പ്രൊഫഷൻ ആയിക്കോട്ടെ അക്കൂട്ടത്തിൽ ഇതും കൂടെ പഠിപ്പിക്കണം. എന്നിട്ട് ഭഗവാന് നേരത്തെ പറഞ്ഞ ആ അന്തരാത്മാവായി മാറണമെന്നുണ്ടെങ്കിൽ മയി നിർബദ്ധ ഹൃദയ സാധവ സമദർശന വശി കുർവന്തിമാം ഭക്ത്യ സസ്ത്രിയോ സത്വതീം യഥ വേണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ്. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ പെണ്ണിന് എന്താ ഉണ്ടാവണം? നല്ല വിദ്യാഭ്യാസം വേണം, നല്ല സൗന്ദര്യം വേണം, നല്ല ജോലിയും വേണം. 3 ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ടല്ലോ. ഉണ്ട്. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങോട്ട് പറയുന്നത് ഭർത്താവിന് നല്ല ജോലി വേണം, ഹാൻസം ആയിരിക്കണം. മനസ്സിലായല്ലോ? എന്നെപ്പോലെ ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഹാൻസം ആയിരിക്കണം. ഇതുപോലെ ഭഗവാൻ 2 ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നു. എൻ്റെ ഭക്തന് സാധവ സമദർശന. അവൻ്റെ കർമ്മരംഗത്തിൽ സാധകനായിരിക്കണം. അപ്പോഴതിൽ സക്സസ് ആവും, സാമ്പത്തികം കിട്ടും. സമദർശന. അവൻ്റെ ഞാനും എൻ്റെ കെട്ടിയോളും ഓള കുട്ടികളും ഇതിൽ നിന്നും പുറത്ത് കിടക്കണം. സ്വാർത്ഥതയിൽ നിന്നും പുറത്ത് കിടന്ന് SCRVICE ഉയരണം. ഉയർന്നു കഴിഞ്ഞാലോ, ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. SCRVIC സ്വാർത്ഥതയിൽ നിന്നും പുറത്തോട്ട് കടന്ന ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുതരാം. കടപ്പുറം സുധാമണി. അയ്യോ തിരുമേനി, അതാരാണ്? അത് നിങ്ങൾക്കറിയില്ല അല്ലേ? പോട്ടെ. കൊല്ലംകാരിയാണ്, മനസ്സിലായോ? ഇല്ല. വള്ളിക്കാവുകാരിയാണ്, മനസ്സിലായോ? ഇല്ല. മാതാ അമൃതാനന്ദമയി. സാധവ സമദർശന. ഈ ജഗത്ത് ഈശ്വരനായാൽ, ജഗതീശ്വരനായി ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളെയും അറിയാനും അറിഞ്ഞത് ഉൾക്കൊള്ളാനും ആ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അറിവും കഴിവുമുള്ള ഉൾക്കരുത്തുമുള്ള ഈ ആസെപ്റ്റൻസി വരും അവിടെ.
അമൃതാനന്ദമയ്യെപ്പോലെ അമ്മയെപ്പോലെ ഇവിടെ സാധകനായി കഴിഞ്ഞാൽ, സമദർശിയായി കഴിഞ്ഞാൽ ആസപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ ഭാര്യയെ നമ്മൾ ആസപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കുടുംബം സ്വർഗീയമായി. സ്വർഗമല്ല, സ്വർഗമില്ല, സ്വർഗീയത അനുഭവിക്കുക. നമ്മളെ ഭർത്താവിനെ നമ്മൾ ആസപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗീയമായി നമ്മുടെ ജീവിതം. ശ്രദ്ധിക്കൂ, നമ്മുടെ മക്കളെ നമ്മൾ ആസപ്റ്റ് ചെയ്യണം. നമ്മളെ മക്കളെ നമ്മൾ ആസപ്റ്റ് ചെയ്ത് മടിയിലിരുന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു സ്വർഗരാജ്യം വിളിച്ചു കഴിഞ്ഞാൽ അവർ പോവില്ല. ലവ് ജിഹാദ് വിളിച്ചു കഴിഞ്ഞാൽ അവർ പോവില്ല. ഒരു കൊലപാതക രാഷ്ട്രീയത്തിലും ഒന്നിലും അവർ പോയി നശിക്കില്ല. അപ്പോൾ ആസപ്റ്റ് ചെയ്യാനും അപ്രിഷ്യേറ്റ് ചെയ്യാനുമുള്ള സ്വഭാവ സവിശേഷത കുടുംബത്തിൽ തുടങ്ങുമ്പോഴാണ് വസുദൈവ കുടുംബകം എന്നുള്ളതാണ് ശ്രീമദ് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മയി സർവേഷു ഭൂതേഷു ആത്മന്യേവ അനുപശ്യതി. ഭഗവത്ഗീതയിൽ പൂർണ്ണാവതാരം എടുത്ത് കൃഷ്ണൻ പറയുന്നു, മയി എന്നെ സർവേഷു ഭൂതേഷു എല്ലാത്തിലും എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ, മയി സർവേഷു ഭൂതേഷു ആത്മന്യേവ അനുപശ്യതി, എനിക്ക് തുല്യമായ വിചാരമാണ് എൻ്റെ ഭാര്യയ്ക്കും, എനിക്ക് തുല്യമായ വിചാരമാണ് എൻ്റെ ഭർത്താവിനും, എനിക്ക് തുല്യമായ വിചാരമാണ് എൻ്റെ ഭാര്യ, എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും. എനിക്ക് തുല്യമായ എല്ലാ വിചാരങ്ങളുമുള്ള വ്യക്തിയാണ് എൻ്റെ മക്കളെന്ന് തിരിച്ചറിയണം. ഒപ്പം എനിക്ക് തുല്യമായ വിചാരദാഹ വിശപ്പാണ് ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത ചരാചരങ്ങൾക്കും ഇന്ന് തിരിച്ചറിയിപ്പിക്കുന്ന ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് തന്നെ ഈ ഭാഗവതം നിങ്ങൾ പഠിക്കണം, ഞാൻ പഠിക്കണം, വരും തലമുറയെ പഠിക്കണം. ഇതാണ് ഇതിലത്തെ സബ്ജക്റ്റ്. അപ്പോഴേക്കും എന്താണ്, ഞാൻ പറഞ്ഞതല്ല കേട്ടാ, എടുത്തു നോക്കിക്കോളൂ. സമദർശന ഓം സഹനാവവതു ചൊല്ലിക്കോളൂ. വെരി ഗുഡ്. തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. അപ്പോൾ മനസ്സിൻ്റെ അവസ്ഥ എവിടെ എത്തും ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിനോടും വെറുപ്പ് പാടില്ല. മാ വിദ്വിഷാവഹൈ, ആരോടും അരുത് വിദ്വേഷം, ആരോടും അരുത് പിണക്കം, ആരോടും അരുത് ശത്രുത, ആരോടും വിരോധം വർജിക്കണം. കുറ്റവും കുറവും കുനിഷ്ടം പറയരുത്. പരദൂഷണം കുടുംബത്തിൽ ഒഴിവാക്കണം. പരദൂഷണമാണ് പരമപാപമെന്ന് പറഞ്ഞു പഠിക്കണം. ഒന്നിനോടും പിണക്കമരുത്. അനിഷ്ടം, കാപട്യത, ചതി, വഞ്ചന, അലോഹ്യം പാടില്ല. പിന്നെ പാരുഷ്യം അശേഷമരുത്. അസഭ്യത ഒട്ടും പാടില്ല. വർജിക്കണം. എന്ത്? കുടിപ്പക വർജിക്കണം, അധർമ്മം വർജിക്കണം. അപ്പോഴോ നമ്മുടെ ഹൃദയത്തിനകത്ത് പരമപ്രേമസ്വരൂപനായ കൃഷ്ണൻ കുടിയിരിക്കും. അപ്പോഴോ ഭഗവാൻ തുടർന്ന് പറയുന്നു, പ്രപഞ്ച സദ്വികാരങ്ങളെ എപ്രകാരം വശീകരിക്കണം. വശീകുർവന്തി മാം, ചെയ്യണം. കുർവന്തി പറഞ്ഞ ചെയ്യണം, അനുസരിക്കണം. എന്ത്? ഈ നെഗറ്റീവ് ഒന്നും പാടില്ല. സദ്വികാരങ്ങളെ വശീകരിക്കണം. എങ്ങനെയാണോ ഭാര്യ ഭർത്താവിനെ വശീകരിക്കുന്നത്, എങ്ങനെയാണോ സ്ത്രീ പുരുഷനെ വശീകരിക്കുന്നത്, ഇതുപോലെ ഈ പ്രപഞ്ചത്തിലെ, ശ്രദ്ധിക്കൂ, സദ്വികാരങ്ങളെ വികസിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ആ വികാരങ്ങളെ നോട്ട് ദാറ്റ് പോയിന്റ്, അഹംഭാവമല്ല, മറിച്ച് ഭക്തിയാകുന്ന പാശം കൊണ്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ തത്വമസി, രണ്ടില്ലാത്തത് എന്താണോ, രണ്ടാകാൻ പറ്റാത്തത് എന്താണോ, ആ ഭഗവാനും നമ്മളും ഒന്നായി മാറും. അതിന് ഭഗവാൻ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസും കൂടെ പറയുന്നുണ്ട്. സത് സ്ത്രീയോ, നല്ല സ്ത്രീയാകണം. സത്പതിയും, നല്ല പുരുഷനാകണം. അപ്പോൾ നല്ല സ്ത്രീകളും നല്ല പുരുഷന്മാരുമുള്ള ഒരു സമൂഹം, ഒരു കുടുംബം, ഒരു രാഷ്ട്രം, ഇതാണ് ഭാഗവതത്തിൻ്റെ വിഷനും മിഷനും. അല്ലാതെ സപ്താഹത്തിന് പോയിട്ട് സദ്യ കഴിച്ചിട്ട് വരുന്ന ഊണ് സപ്താഹമല്ല ഭാഗവതം.
മറിച്ച് ഒരു നല്ല രാഷ്ട്രത്തിലെ ഒരു നല്ല പൗരനെ മോൾഡ് ചെയ്യുകയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ ഉദാത്തതയാണ് ഭഗവാൻ ഇവിടെ. ഒരു ശ്ലോകം കൂടെ നമുക്ക് പറയാം. സമയത്തിലേ 3 മിനിറ്റ്. ശരണമയ്യപ്പ. ഓക്കെ. സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വതഃ മദന്യത്തേന ജാനന്തി നാഹം തേഭ്യോ മനാഗപി. സാധവോ ധർമാചരണമാണ് സാധവോ. തുടർന്ന് ഭഗവാനാണ്, മഹാവിഷ്ണുവാണ്, ഗുരുവായൂരപ്പനാണ്. ആരോടാ പറയുന്നത്? ബ്രാഹ്മണ ശ്രേഷ്ഠനായ ദുർവാസാവിനോട് പറയുന്നു. എന്ത്? സാധവോ ഹൃദയം മഹ്യം, ഞാൻ ഭക്തൻ്റെ ഹൃദയമാണ്. ധർമാചരണം, പുത്രധർമ്മം, ഭാര്യാധർമ്മം, ഭർത്തൃധർമ്മം, സുഹൃദ്ധർമ്മം, രാഷ്ട്രധർമ്മം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളതുപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ചെയ്യുന്ന ഒരു പൗരധർമ്മം അനുഷ്ഠിക്കുന്ന സാധവൻ്റെ ഹൃദയം, സദ്വികാരങ്ങൾ 24 കാരറ്റ്. അപ്പോഴോ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയും, യത് കരോഷി യദസ്നാസി യത് ജുഹോഷി യദാസി യത് തപസ്യസി കൗന്ദേയ കുരുഷമതർപ്പണം. നീ എനിക്കുള്ള അർച്ചനയാക്കൂ. നീ കഴിക്കുന്നത് എന്താണ്, നീ പറയുന്നത് എന്താണ്, നീ ചെയ്യുന്നത് എന്താണ്, ഇതെല്ലാം എനിക്കുള്ള അർച്ചനയാക്കൂ. മദന്യത്തേന ജാനന്തി, എന്നിൽ നിന്ന് അന്യമായിട്ടുള്ളൊരു ചിന്ത നിനക്കില്ല, അവനില്ല, എനിക്കുമില്ല. തതസ്മാ സർവേഷു, എപ്പോഴും ചിന്താമ പരിമേയാം ചാം പ്രളയാന്ത്യാമുപാസതേ. ഈ ചിന്തയായിരിക്കണം പ്രളയാന്ത്യം വരെ. എന്ത്? എന്നിൽ നിന്നും ഭിന്നമായൊരു ഭഗവാനില്ല, ഭഗവാനിൽ നിന്നും ഭിന്നമായി ഞാനുമില്ല. ഇത് ഭഗവാന്റെ ഗ്യാരണ്ടിയാണ്. നാ അഹം തേഭ്യോ മനാഗപി. ഭക്തവത്സലനായ ഞാൻ, ഭക്തപരാധീനനായ ഞാൻ, ഭക്തപ്രിയനായ എൻ്റെ ഹൃദയം മുഴുവൻ എൻ്റെ സ്വന്തം ഭക്തനാണ്. ഭഗവാൻ ഇവിടെ പറയുന്നു, ശ്രദ്ധിക്കൂ, ഭഗവത്ഗീതയിൽ പറയുന്നു മേ പ്രിയോസി. മേ പ്രിയോസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവത്ഗീതയിൽ ഒരു 10 പ്രാവശ്യം പറയുന്നതാണ് മേ പ്രിയോ അസി. ഞാനത് ഇംഗ്ലീഷ് പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സംസ്കൃതത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും, എല്ലാവർക്കും അറിയുന്നില്ല, എനിക്ക് പോലും അറിയില്ല. മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്നാണ്, പ്രിയോ എന്ന് പറഞ്ഞാൽ ലവ് എന്നാണ്, അസി എന്ന് പറഞ്ഞാൽ യു ആണ്. ഭഗവത്ഗീത 10 പ്രാവശ്യം. പ്രേമസ്വരൂപനായ ഭഗവാൻ ഇത് പറയാനാണ് ഭഗവത്ഗീതയിൽ 18 ശ്ലോകങ്ങളിലൂടെ 18 അധ്യായങ്ങളിലൂടെ 700 ശ്ലോകങ്ങൾ. മേ പ്രിയോ അസി എടുത്തു നോക്കൂ ഭഗവത്ഗീതയിൽ. മേ എന്ന് പറഞ്ഞാൽ ഐ, പ്രിയോ എന്ന് പറഞ്ഞാൽ ലവ്, അസി എന്ന് പറഞ്ഞാൽ നീ. ഐ ലവ് യു, ഐ ലവ് കൃഷ്ണൻ. ശ്രദ്ധിക്കൂ, ഗുരുവായൂരപ്പൻ നമ്മളോട് പറയാണ് ഐ ലവ് യു എന്ന്. തിരിച്ച് ഐ ലവ് യു എന്ന് പറഞ്ഞ് സൈറ്റ് അടിക്കാത്ത ഒരു മനുഷ്യനാണോ? ഭഗവാൻ നമ്മളോട് പറയുന്നു മേ പ്രിയോസി, നമ്മളും പറയണം മേ പ്രിയോസി. അപ്പോഴോ നെഗറ്റീവും പോസിറ്റീവും കൂടി പ്രകാശപൂരിതമായി ജീവിതം. അപ്പോൾ ഹൃദയം സമ്പൂർണ്ണ കൃഷ്ണാധിപത്യം. ഭാരതത്തിലിപ്പോൾ സമ്പൂർണ്ണ മോദി ആധിപത്യമാണ്. ഭാരതത്തിൽ ഇപ്പോൾ മുഴുവൻ ഹൈന്ദവ ആധിപത്യമാണ്. ഇതുപോലെ ഓരോ ഹൃദയവും സമ്പൂർണ്ണ കൃഷ്ണാധിപത്യമാണ്. ഈ കൃഷ്ണാധിപത്യം വന്നു കഴിഞ്ഞാൽ എന്താണ്? പരമപ്രേമമാകും. അപ്പോൾ യത് കരോഷി യദസ്ന, എപ്പോഴും എന്തിലും പരമപ്രേമം കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് പ്രിയപ്പെട്ടതായി മാറും. നമ്മുടെ ജീവിതമായിരിക്കും നമ്മുടെ പാഷൻ. അപ്പോൾ അവനവൻ്റെ ജീവിതം അവനവന് ഇഷ്ടപ്പെടാൻ, അവനവൻ്റെ ജീവിതം അവനവന് റോൾ മോഡലാക്കിയെടുക്കാൻ, അവനവൻ്റെ ജീവിതം അവനവന് പാഷനാക്കിയെടുക്കാൻ ഈ ഭാഗവതം നമ്മൾ പഠിക്കണം. നമ്മളെ മക്കളെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം. ഇത് പഠിപ്പിക്കണം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സായങ്കാലത്ത് നമ്മളെ നമ്മുടെ മക്കൾ അഗതി മന്ദിരത്തിൽ കൊണ്ട് തള്ളാതിരിക്കാനാണ് ഇത് പഠിപ്പിക്കുന്നത്. നിങ്ങൾ പഠിക്കണം, ഞാൻ പഠിക്കണം. മാത്രം പോരാ, ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരിലും എത്തിക്കണം. അതിന് നിങ്ങൾക്കും എനിക്കും ആയുരാരോഗ്യ സൗഖ്യം ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു.